മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കെ ജയകുമാർ പ്രസിഡന്റായ ശേഷമുള്ള ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം മറ്റന്നാൾ നടക്കും. അജണ്ടകൾ തിരികെ കയറ്റിയത് കൊണ്ടാണ് നിലവിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നടന്നത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജയകുമാർ പറഞ്ഞു. പ്രസിഡന്റ് അറിയാതെ യോഗത്തിലേക്ക് ഒരു അജണ്ടയും എത്തില്ല എന്നും കെ ജയകുമാർ കൂട്ടിച്ചേർത്തു. കെ ജയകുമാർ പ്രസിഡന്റായ ശേഷമുള്ള ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം മറ്റന്നാൾ നടക്കും. അജണ്ടകൾ തിരികെ കയറ്റിയതുകൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. പ്രസിഡന്റ് അറിയാതെ യോഗത്തിലേക്ക് ഒരു അജണ്ടയും എത്തില്ല എന്നും കെ ജയകുമാർ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദേവസ്വം ബോർഡ് യോഗം ചൊവ്വാഴ്ച, അതായത് മറ്റന്നാൾ നടക്കും. ജയകുമാർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗമാണ് നടക്കാൻ പോകുന്നത്. അജണ്ടകൾ തിരികെ കയറ്റില്ലെന്ന് ജയകുമാർ പറഞ്ഞു. എന്തായാലും ഈ യോഗത്തിലേക്ക് ഒരു അജണ്ടയും എത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് അറിയാതെ യോഗത്തിലേക്ക് ഒരു അജണ്ടയും എത്തില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അജണ്ടകൾ തിരികെ കയറ്റിയതുകൊണ്ടാണ് നിലവിലുള്ള പ്രശ്നങ്ങൾ നടന്നത്. എന്തായാലും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ ജയകുമാറിന്റെ ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച നടക്കും.